അസ്ലം, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഷാഫി ചാരിയ മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഷാഫി, നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പേരാമ്പ്രയിൽ നമ്മുടെ കോമിലെ കുട്ടി എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് വാഹനത്തിന്റെ പുറകെ മീഡിയ വൺ പോയപ്പോഴാണ് മറ്റു പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അവസാനം CP രാമകൃഷ്ണൻ സമസ്ത അപരാധം പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കളയും എന്ന് പറയുന്ന ഘട്ടം വരെ എത്തി. CPM അങ്ങനെ ഒരു വണ്ടി ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ ശബ്ദം ഞങ്ങളുടെ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും അല്ലെന്നും പറയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പഴയ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കഥ എന്തായെന്ന് അന്വേഷിച്ച് പോയത്. അപ്പോഴാണ് ആ കേസെ അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. കേസ് അവസാനിപ്പിക്കുന്നതിന് നാട്ടിൽ ഒരുപാട് രീതികളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു ഘട്ടം വരെ ട്രേസ് ചെയ്തു പോയി. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ നമുക്കറിയാവുന്ന ഉത്ഭവം ഒരു DYFI നേതാവിൽ എത്തിയ ശേഷം DYFI നേതാവ് അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല എന്നും അയാളുടെ ഫോണിൽ ഇത് എങ്ങനെ എത്തിയതിനെക്കുറിച്ച് മെറ്റ ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് പോലീസ് കേസ് അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് വെള്ളരിക്കപത്രമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതുക്ക് മേലെ എന്തോ ആണ് പ്രതികരണം. ഇത് മീഡിയ വണ്ണിനോട് തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസും വ്യവഹാരവും ഒക്കെ പോലീസ് വളരെ അമാന്തിക്കുന്നു. പിന്നീട് കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഗത്യന്തരമില്ലാതെ പോലീസിന് തന്നെ ഇതിൽ നേരത്തെ പ്രതികരിച്ച ആ യൂത്ത് ലീഗിന്റെ യുവാവ് ഇതിൽ പ്രതിയില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണെന്ന് പോലീസിന് തന്നെ SP തന്നെ പരസ്യമായി പറയേണ്ടി വന്ന ഘട്ടം പോലും. എന്നിട്ടും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആ യുവാവിന് കോടതിയിൽ പോകേണ്ടി വന്നു. ഇപ്പോൾ ഇത് അന്വേഷിച്ച് DYFIയുടെ ഒരു അധ്യാപകൻ കൂടിയായ ഒരു നേതാവിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റല്ലല്ലോ ഇതിന് തെളിവ് കൊടുക്കേണ്ടത്. ആ ഫോണിലേക്ക് അത് എങ്ങനെ എത്തി? വളരെ കൃത്യമായി ആ ഫോൺ വാങ്ങി പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അങ്ങനെ പരിശോധിക്കാൻ സംവിധാനമില്ലാത്ത പോലീസാണോ നമ്മുടെ നാട്ടിലുള്ളത്? മികച്ച ഒരു പിന്നെ സൈബർ പോലീസ് സംവിധാനം, സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന നല്ലൊരു ടീം നമ്മളെ കേരള പോലീസിനില്ലേ? ആ ഫോണ് വാങ്ങി പരിശോധിച്ചാൽ പോരെ. പക്ഷെ ആ ഫോണ് DYFIനോട് നേതാവിനോട് ചോദിക്കാനുള്ള ധൈര്യം പോലും ഈ ഇടത് ഭരണത്തിൽ കീഴിലുള്ള പോലീസിനില്ല. പോലീസിന്റെ നിവൃത്തികേടാണ്. അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞിരുന്നു വളരെ കൃത്യമായിട്ട്, UDF വന്നാൽ ആദ്യം പരിഗണിക്കുന്നത് ഈ കേസായിരിക്കും. ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വർഗീയ പ്രചരണം നടത്തുന്ന ആളുകൾ ആരാണോ അവരെ തെരഞ്ഞു പിടിക്കും, ഒരു സംശയവും വേണ്ട. ഇവരുടെ ഭരണത്തിൽ കീഴിൽ അത് തേച്ച് മായ്ക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ യാതൊരു സംശയം വേണ്ട ജിമ്മി, ഈ കേസ് അതിഗൗരവത്തിലെടുക്കും. ഈ പ്രവണത ഈ കേരളത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ കണ്ടല്ലോ, പേരാമ്പ്രയിലേക്ക് അതിന്റെ വേറെ രൂപത്തിൽ വന്നിരിക്കുക. എന്താ അവരൊക്കെ മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഈ കാഫിർ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ എല്ലാത്തിനും വിളിക്കുന്ന പേരാണോ കാഫിർ? ഒരു മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിനോടെങ്കിലും ഈ സഖാക്കന്മാരൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പൊട്ടത്തരം അവർ ചെയ്യും. ആരാണ് കാഫിർ? ഈ കാഫിർ എന്ന വാക്ക് എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? അത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ മുസ്ലിമായി ജനിക്കുകയും എന്നാൽ മുസ്ലിം ആരാധനാക്രമങ്ങളൊന്നും എടുക്കാതെ ജീവിക്കുന്ന ആളുകളെയാണ് ഈ കാഫിർ എന്ന് വിളിക്കുന്നത്. ഇപ്പം വെള്ളിയാഴ്ച ജുമ നടക്കുന്നു. എന്റെ ഉമ്മ എന്നോട് പറയാം, മോനെ ഈ ജുമയ്ക്ക് പോണില്ലേ? ഞാൻ എന്തെങ്കിലും പ്രയാസം പറഞ്ഞാൽ, അയ്യോ ജുമയ്ക്ക് പോഞ്ഞാൽ നീ കാഫിറാവും, വേം പോ, നിസ്കരിച്ചില്ലേ കാഫിറാവും. ഇതിന്റെ അകത്ത്, ഈ സമുദായത്തിന്റെ അകത്തുള്ള, അല്ലാതെ ഇതര മതസ്ഥരെ ആക്ഷേപിച്ച് വിളിക്കേണ്ട പേരല്ലത്. ഈ സഖാക്കന്മാരെ എന്താ മനസ്സിലാക്കിയതിനെ കുറിച്ച്? അവരുടെ പാർട്ടിയിൽ കുറെ മുസ്ലിങ്ങളില്ലേ, അവരോടെന്തെങ്കിലും ചോദിച്ചൂടെ? ഇത് എന്തൊരു മോശമാണിത്. ഇപ്പം നോക്കി, കൗമിന്റെ കുട്ടി, എന്താ ഈ കൗമിന്റെ കുട്ടി? ഇത് എവിടെ കിട്ടിയത്? എന്താ ഇവർ ഈ പ്രയോഗം അത് ഉയർത്തി കഴിഞ്ഞാൽ പേരാമ്പ്രയിലെ ഹിന്ദു ജനവിഭാഗം മൊത്തം കൂടെ പോരും എന്ന് ഇവർ ധരിച്ചോ? എന്താണ് മനസ്സിലാക്കണേ? ഏതാ പേരാമ്പ്രയുടെ മണ്ണ്? അത്രയും നല്ല മതനിരപേക്ഷ സമൂഹം ഒരുമിച്ച് കഴിയുന്നിടത്ത് കൗമിന്റെ കുട്ടിയാണ് പോലും. അത് പേരാമ്പ്രയുടെ കുട്ടിയായി മാറി. അതാണ് അവരെ ചൊറിച്ചില്. മനസ്സിലാക്കണം. അത് ടീം UDFന്റെ കുട്ടിയാ. പേരാമ്പ്ര മൊത്തം നെഞ്ചിലേറ്റിയ കുട്ടിയാ. അവൾ ഉയർത്തിയ കുറെ പേരാമ്പ്രയിലെ അവികസിതമായ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവർക്ക് പൊള്ളിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ വീട് ഫാത്തിമ തഹരിയെ പോയി ചോർന്നടിക്കുന്ന ദാർപ്പായി കെട്ടിയിരിക്കുന്ന വീട്, ആഴ്ചകളോളം കറണ്ടില്ല, ദുരിതം അനുഭവിക്കുന്ന അവരുടെ അവസ്ഥ വരച്ച് കാണിച്ച് പറയുന്നത് പേരാമ്പ്രയിലെ ബൈപ്പാസ് തന്നില്ലേ? 20 കൊല്ലം വരേണ്ട ബൈപ്പാസാണിത്.
അത് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഫ്ലൈ ഓവറാ. അപ്പൊ ഇവിടെ പേരാമ്പ്രയിൽ ബൈപ്പാസാ കാണിക്കുന്നത്. പേരാമ്പ്രയിലെ അവികസിതമായ പ്രശ്നങ്ങൾ അത് ഫാത്തിമ ഉയർത്തി. അത് തന്നെയാണ് ഇവിടെ വിഷയം. അതോടുകൂടി അവളാണ് ശരിയാക്കി കളയാം എന്ന് കരുതിയിട്ടാണ് ഈ പ്രയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അറിയാം, 10-20,000 വോട്ടിന് ഫാത്തിമ അവിടെ ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇതെന്താ മനസ്സിലാക്കുന്നത്? നേരെ ചെറിയ രാഷ്ട്രീയം പറയാൻ വരണം. ഏതായാലും കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പിന്നിലുള്ള ശക്തികളെ വളരെ കൃത്യമായി പറയാണ്, ഉത്തരവാദിത്തത്തോടു കൂടി പറയാണ്, അധികാരം ഞങ്ങളെ കയ്യിലേക്ക് കിട്ടിയാൽ ആദ്യം ആ കുറ്റവാളിയെ തൂക്കിയെടുത്ത് ജയിലിലിടും. ഒരു സംശയം വേണ്ട.